Last day we have ended our module 3 also. So today we are moving on to the next module, that is module number 4, physical distribution mix. Physical distribution, from the word itself we can know that it is something related to the movement of goods from the producer to the consumers. That is, a logistic term is involved in this physical distribution mix. Okay, marketing mixile ഒരു മെയിൻ കാര്യമാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മിക്സ്. ഇൻ വിച്ച് ലോജിസ്റ്റിക്സ് ആണ് ഇതിനകത്തെ മെയിൻ കാര്യം. വാട്ട് ഇസ് മെൻ ബൈ ലോജിസ്റ്റിക്സ്? Logistics means it is an activity that occurs within the boundaries of a single organization. ഒരു ഓർഗനൈസേഷൻ്റെ ബൗണ്ടറിയിലുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനൊക്കെ നമുക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. അതിൽ പ്രൊക്യൂർമെൻറ്റ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, മെയിൻ്റനൻസ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, എവറിത്തിങ് ഈസ് ഇൻവോൾവ് ഇൻ ദിസ് logistics. It also covers the information flow that sets the production in motion for the purpose of providing adequate levels of customer service at a reasonable cost. കസ്റ്റമർ സർവീസ് ആണ് നമ്മളുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ എയിം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് റീസണബിൾ കോസ്റ്റിൽ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക എന്ന മീൻസ് റീച്ച് ചെയ്യാൻ വേണ്ടി പല ഇൻഫർമേഷൻ ഫ്ലോയും ആവശ്യമുണ്ട്. ആ ഇൻഫർമേഷൻ ഫ്ലോ ചിലപ്പോൾ പ്രൊഡ്യൂസറിൽ നിന്ന് ഹോൾസെയിലർ ടു റീറ്റെയിലർ ആൻഡ് ലേറ്റർ ടു കൺസ്യൂമർ അങ്ങനെയായിരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് അഡ്വർടൈസേഴ്സിന് വെച്ചായിരിക്കും പോകുന്നത്. ഇതിനെല്ലാത്തിനും ലോജിസ്റ്റിക് സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. So, logistics is one of the important factor which facilitate the product flow from the point of raw material acquisition to the final consumption by the consumers. ഇത്രയുള്ള എല്ലാ കാര്യങ്ങൾക്കും logistics is very important. Okay. So, moving on to what is meant by logistics management. അപ്പോൾ logistics എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി logistics management എന്താണ്? It is a process of strategically managing the movement and storage of materials, parts and finished inventory from supplier to the consumer through the logistic firm. That is, നമ്മുടെ എല്ലാ മൂവ്മെൻറ്റും ഒരു മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ പാർട്സിൻ്റെ ഇൻവെൻട്രിയുടെ ഫുൾ മൂവ്മെൻറ്റ് ആൻഡ് ഓൾസോ ദ സ്റ്റോറേജ് ഫ്രം ഡീലിംഗ് വിത്ത് ദ സപ്ലയേഴ്സ് ടു ദി കൺസ്യൂമേഴ്സ്, ഇത്രയുള്ള എല്ലാ കാര്യങ്ങളും കൺസ്യൂമർ വരെ എത്തുന്ന, സപ്ലയറിൻ്റെ അടുത്ത് നിന്ന് കൺസ്യൂമറിൻ്റെ വരെ എത്തുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്, പാർട്സ് ആൻഡ് ഫിനിഷ്ഡ് ഇൻവെൻട്രിയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ. അത് മര്യാദയ്ക്ക് മാനേജ് ചെയ്യാണ്, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ മാനേജ് ചെയ്യുന്നു എന്ന് വരുന്നതിനാണ് നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. It is an integration and coordination of marketing activities in a way that end markets are served in the most efficient way. If only the logistics management is efficient in its term, a marketing can be complete. Marketing complete എന്ന് പറയണമെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്രോപ്പർലി വേണമെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് വി വോണ്ട് എ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ലോജിസ്റ്റിക്സ് ഷുഡ് ബി പ്രോപ്പർലി, ദാറ്റ് ഈസ് ഇൻവെൻട്രി മര്യാദയ്ക്ക് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പ്രൊഡക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റില്ല. കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള സർവീസസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇൻ ബിറ്റ്വീൻ നടന്നിട്ടില്ലെങ്കിലും നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവില്ല. സോ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി ക്യാൻ ഗോ ഇൻ ടു സം ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. അപ്പം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എല്ലാം ഉണ്ട്. പ്ലാനിംഗ് ഉണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, കൺട്രോളുണ്ട്. എല്ലാ മെറ്റീരിയൽസിൻ്റെയും എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ് ഗുഡ്സിൻ്റെയും ഒക്കെ പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിങ്ങിനെ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിന് വേണ്ടി റീച്ച് ചെയ്യിപ്പിക്കാൻ, ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾ മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തെ മേജർ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് എന്താണ്? ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ സപ്ലൈ. ഇതിനകത്ത് ഫിസിക്കൽ സപ്ലൈ ഉണ്ടാവും. എന്ന് വെച്ചാൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് logistics management or physical distribution mix, in which the physical supply means movement of raw materials to the plant. Raw materials പ്ലാന്റിലേക്ക് എത്തണ്ടേ. From the supplier of raw material it should reach the plant to prepare our products. അപ്പോൾ ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫിസിക്കൽ സപ്ലൈ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the movement of raw materials from the suppliers to the plant is called the physical supply. Second one is physical distribution. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് നമ്മുടെ പ്ലാന്റിൽ ഉണ്ടാക്കി, ഇനി അത് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. ഇതിനെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. സോ ദീസ് ആർ ദി ടു ആസ്പെക്ട്സ് ഓഫ് physical supply or marketing mix, the major aspects of the physical distribution mix, okay, or the logistics, physical supply and physical distribution, of which physical supply means the movement of raw material to the plant and
the movement of finished good from the plant to the customers is known as physical distribution. ഇതിൽ physical distribution തന്നെ we can classify into two groups, that is primary activities and secondary activities. Just the primary activities, from the word itself we know it includes transportation, warehousing, order processing and inventory management, inventory maintenance. ഇതായിരിക്കും primary activities. ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ആക്ടിവിറ്റീസ് എന്താണ്? ട്രാൻസ്പോർട്ട് ചെയ്യണം, വെയർഹൗസ് ഫോർ സ്റ്റോറിങ്, ഓർഡർ പ്രോസസ്സ് ചെയ്ത് ആർക്ക് എപ്പോൾ വേണം എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നതും, ആൻഡ് ഇൻവെൻട്രി മെയിൻ്റനൻസ്, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ദീസ് ആർ ദി 4 things that should be discussed in the primary activities. Second one is secondary activities, which includes the secondary activities, which are അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത activities, which are the product packaging, product handling, acquisition, product scheduling and information maintenance. It is important, but primary activities, ആദ്യം നമ്മൾ primary activitiesനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, then only the secondary activities come into existence. Okay, so these are the two aspects of physical distribution mix, that is physical supply and physical distribution. Now moving on to the importance of logistics. എന്തിനാ നേരത്തെ പറഞ്ഞു logistics is very important for planning, implementation, controlling of all the materials and also the finished goods from the point to the customers for the benefit of the organization. ഇത്രയും പറഞ്ഞു. അപ്പം ഇതിന് നമ്മൾ ഒരു ബ്രോഡായിട്ടുള്ളൊരു ഫങ്ഷനാണ് നമ്മുടെ ലോജിസ്റ്റിക്സ് എന്ന് മനസ്സിലായി. ഒരു പ്രോഫിറ്റിലേക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ലോജിസ്റ്റിക്സ് മെയിൻറ്റെയിൻഡ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് ഇൻ ദ പബ്ലിക്. ജസ്റ്റ് മാനേജ്മെൻറ്റിന് മാത്രമല്ല അത് ഹെൽപ്പ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ഓൺലി ദെൻ ദ കൺസ്യൂമേഴ്സ് ഗെറ്റ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് അറ്റ് ദ റീസണബിൾ പ്രൈസ് അറ്റ് ദ പ്ലേസ് ഫേവറബിൾ ടു ദം. അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്തെത്തിക്കണമെങ്കിൽ ലോജിസ്റ്റിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഈസി ഷോപ്പിംഗ്. നമുക്ക് ഫുഡ് മെറ്റീരിയൽസ്, ക്ലോത്തിങ്, ഇലക്ട്രോണിക് ഗുഡ്സ്, അങ്ങനെ പല ഗുഡ്സ് ഉണ്ടാവും. ഇതെല്ലാം പല പല സ്ഥലത്തായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഓൺലി ഇഫ് ഇറ്റ് റീച്ചസ് അവർ ഡെസ്റ്റിനേഷൻ ഓർ അവർ കൺവീനിയൻറ്റ് പ്ലേസ് വി ക്യാൻ പർച്ചേസ് ഇറ്റ് കൺവീനിയൻ്റ്ലി. സോ ഈസി ഷോപ്പിങ്ങിന് വേണ്ടി ലോജിസ്റ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് വി കാൺ ഗോ ഫോർ ഈച്ച് ഓഫ് ദിസ് ഐറ്റം ഓൺ ദ origin. We want it at one place or one of the favorable convenient place we require them, for which logistics is very important. That is, it facilitates easy shopping. Next one is it helps in locating the proper size and style of an item. That is, ഒരു ലോജിസ്റ്റിക് സിസ്റ്റം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോപ്പർ സൈസ്, സ്റ്റൈൽ ഓഫ് ഒരു കളർ കോമ്പിനേഷൻ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓൺലി ത്രൂ ദ ലോജിസ്റ്റിക് സിസ്റ്റം ഇറ്റ് വിൽ ബി അസോർട്ടഡ്. നമ്മൾക്ക് വേണ്ടത് ഏത്, നമുക്ക് സൈസിലേത്, ഇതെല്ലാം സോർട്ട് ചെയ്തെടുക്കുന്ന ലോജിസ്റ്റിക് സിസ്റ്റത്തിലാണ്. ഓൺലി വിത്ത് ലോജിസ്റ്റിക് സിസ്റ്റം വി ക്യാൻ ഐഡൻറ്റിഫൈ ഓർ ഗെറ്റ് the proper size and style of the required item. Third one is it satisfy the customers. In an absence of logistics system, ഒരിക്കലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെല്ലാവത്തില്ല, അല്ലെങ്കിൽ കസ്റ്റമറിന് വേണ്ട പ്രൊഡക്റ്റ് അവരിലേക്ക് റീച്ച് ചെയ്യില്ല. ഓൺലി ത്രൂ എ വെൽ മാനേജ് ലോജിസ്റ്റിക് സിസ്റ്റം ആൻഡ് അഡ്വർടൈസ്ഡ് ഐറ്റം വിൽ ബി പ്രസൻറ്റ് ഇൻ ദി സ്റ്റോക്ക്. ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ആൾക്കാർ അറിയും നമുക്കിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന്. ബട്ട് അതൊരു പ്രോപ്പർ ചാനലിലൂടെ നമ്മളിലേക്ക് റീച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ആമസോണിൻ്റെ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ട് നമുക്ക് വളരെ ഇഷ്ടമായി, പക്ഷേ ആ പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ ഒരു ലോജിസ്റ്റിക് സർവീസ് ഇല്ല. ഇഫ് ദേ ആർ നോട്ട് പ്രൊവൈഡിങ് എനി agents or any services to our location, the advertised item is of no use to us. So only through the logistics system a customer can be satisfied. So these are the major importance of logistics. That is, it facilitates easy shopping, it helps in locating the proper size or style of an item, it satisfies the customers. These are the 3 importance of logistics. So we have discussed what is meant by logistics, then what is logistics management, then the major 2 aspects, that is physical supply and physical distribution. Of physical distribution itself, 2 types, primary activities and the secondary activities, and also the importance of logistics, that are facilitate easy shopping, it helps in locating the proper size and style of the item, and also it satisfy the customers. Now we can move into the types of logistics. Logistics പല വിധത്തിലുണ്ട്. What are they? Supplier logistics, production or corporate logistics, customer logistics. These are the 3 types of logistics, of which
First, we can discuss what is supplier logistics. സപ്ലയർ ലോജിസ്റ്റിക്സ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടേണ്ടത് അതായിരിക്കും സപ്ലൈ ലോജിസ്റ്റിക്സിൽ വരുന്നത്. ദാറ്റ് ഈസ് ടു ബൈ ദ റൈറ്റ് തിങ്. ഒരു കറക്റ്റ് തിങ് വാങ്ങണം എന്നതാണെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റാണ് സപ്ലയർ ലോജിസ്റ്റിക്സിൽ വരുന്നത്. ഇൻ വിച്ച് വി റിക്വയർസ് ദി ഇവാലുവേഷൻ ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദ സപ്ലയർ പ്രയർ ടു ദ ഇഷ്യൂവൻസ് ഓഫ് പർച്ചേസ് ഓർഡർ. നമ്മൾ ആദ്യം പർച്ചേസ് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കും ആ സപ്ലയറിൻ്റെ റോ മെറ്റീരിയൽസ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ. ഓർ സെക്കൻഡ് വൺ ഇസ് ഡിസ്ക്രൈബിംഗ് ദ പ്രൊഡക്റ്റ് ടു ബി ഓർഡർ ഇൻ ഓർഡർ ടു മേക്ക് ദാറ്റ് ദ സപ്ലയേഴ്സ് നോസ് എക്സാക്ട്ലി വാട്ട് ദ ഫാം നീഡ്സ് ഓർ വോൺസ്. നമ്മൾ ആദ്യം നോക്കുന്നത് സപ്ലയർ ഇതുവരെ തന്നിരിക്കുന്ന നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവാം ആ സപ്ലയറിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ പുള്ളി തന്നിരിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം നമ്മളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളതായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ സപ്ലയർ തരുന്നത് എന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സപ്ലയർ ലോജിസ്റ്റിക്സിൽ നോക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് ദ ക്വാളിറ്റി ഈസ് ഗുഡ് ആൻഡ് ഓൾസോ ദി പ്രൊഡക്റ്റ് ഓർഡർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഓർഡറിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് തന്നെയാണോ സപ്ലയർ നമുക്ക് തരുന്നത്. These two are viewed in supplier logistics because we need those raw materials for preparing our products. അപ്പോൾ ആ റോ മെറ്റീരിയൽസ് എപ്പോഴും നല്ലതായിരിക്കണം. അതിനെന്തെങ്കിലും മോശമാണ് അല്ലെങ്കിൽ സപ്ലയർ നമുക്ക് നമ്മളുടെ വേണ്ട പ്രൊഡക്റ്റ് അല്ല തന്നത്, അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ല തന്നിരിക്കുന്നതെങ്കിൽ that will be reflected in our product. That is, our product will become an inferior quality product. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ we should see if we are buying the right thing. That is seen in the supplier logistics. Second type is the production or corporate logistics. ഇതിലാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഗ്രോയിങ് മാർക്കറ്റ് ഡിമാൻഡ്സ് ഉണ്ടാവും. അപ്പം എപ്പോഴും ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം വേണ്ടി വരും ഒരു ലോജിസ്റ്റിക്സിന്, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അക്കംപ്ലിഷ് ദ റിയൽ ടൈം സെയിൽസ് സിസ്റ്റം. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓർ കോർപ്പറേറ്റ് ലോജിസ്റ്റിക്സിൽ ഒരു റിയൽ ടൈം സെയിൽസ് സിസ്റ്റം ഉണ്ടാവും. For which a revolutionary production project team is to be formed to eliminate the problems relating to the overstocking and understocking of inventory. This kind of production system is called Market Linked Production System, that is MLPS. That is, പ്രൊഡക്ഷൻ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് പല ആവശ്യങ്ങൾ വരും. അപ്പോൾ റിയൽ ടൈം സെയിൽസാണ് അവിടെ വരുന്നത്. പല ആവശ്യങ്ങൾ ഇൻ ബിറ്റ്വീൻ വരും. ചിലപ്പോൾ നമ്മുടെ ഇൻവെൻട്രി കുറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻവെൻട്രി ഓവറാകും. അതെല്ലാം മാനേജ് ചെയ്യണം. അപ്പോൾ അതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് വേണ്ട സ്ഥലത്തോട്ട് മാറ്റേണ്ടി വരും. ഫോർ വിച്ച് എ റിയൽ ടൈം സെയിൽസ് സിസ്റ്റം ഈസ് റിക്വയർഡ്. ആൻഡ് ഓൾസോ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടാവും ഇതിനെല്ലാം വേണ്ടി. അവരിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാണുകയും ഓവർ സ്റ്റോക്കിംഗ് അണ്ടർ സ്റ്റോക്കിംഗ് എന്ന പ്രോസസ്സൊക്കെ കുറച്ച് ഡിഫോൾട്ട്സ് ഒക്കെ കാണുകയാണെങ്കിൽ ദേ വോണ്ട് എ പ്രൊഡക്ഷൻ സിസ്റ്റം കോൾ MLPS, വിച്ച് ഈസ് മാർക്കറ്റ് ലിങ്ക്ഡ് പ്രൊഡക്ഷൻ സിസ്റ്റം. മാർക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്ഷൻ സിസ്റ്റം ആയിരിക്കും അവർ വേണ്ടത്. ദിസ് ഓൾവേസ് facilitate the real-time sales of goods to customers without overstocking and understocking of inventory. Under this system, goods will be ready for the delivery whenever their demands arises. എപ്പോൾ ഡിമാൻഡ് അറൈസ് ചെയ്താലും പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരിക്കലും അണ്ടർ സ്റ്റോക്കോ ഓവർ സ്റ്റോക്കോ ആയിരിക്കില്ല ഇൻവെൻട്രി. അത് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നത് ഓൺലി ത്രൂ മാർക്കറ്റ് ലിങ്ക് പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. ഇൻ മാർക്കറ്റ് ലിങ്ക് പ്രൊഡക്ഷൻ സിസ്റ്റം തന്നെ നമുക്ക് രണ്ട് ടേംസ് പറയാം, വിച്ച് ആർ RPS and PSS. That is, RPS എന്ന് വെച്ചാൽ replenishment production system and PSS means purchase production system. These are the two terms associated in MLPS. In replenishment production system നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിൽ നിന്ന് പുറത്തെ ഷിപ്മെൻറ്റ്സിലേക്ക് പല കാര്യങ്ങളും പോകത്തില്ലേ, നമ്മൾ അയക്കത്തില്ലേ ഡീലേഴ്സിന്, അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാവും ഒരു ഫാക്ടറി വെയർ ഹൗസിൽ നിന്ന്. അതെല്ലാമാണ് റിപ്ലനിഷ്മെൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നോക്കുന്നത്. ആക്ച്വൽ ഡിമാൻഡ് എന്താണ്, മാർക്കറ്റ് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കി ഒരു സ്യൂട്ടബിൾ പ്രൊഡക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. എന്നിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ ലെവൽ ഒരു ഒപ്റ്റിമം റേറ്റിൽ വയ്ക്കും. പ്രൊഡക്ഷൻ ഓർഡേഴ്സിനനുസരിച്ച് ഓപ്റ്റിമമായിട്ട് പ്രൊഡക്ഷൻ ലെവൽ വയ്ക്കുന്നു. ഇതിന് നമുക്ക് വേണ്ട പ്രൊഡക്ഷൻ സിസ്റ്റമാണ് റിപ്ലനിഷ്മെൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം. എന്തെങ്കിലും കൊണ്ട് നമ്മുടെ ഔട്ട് ഗോയിങ് ഷിപ്മെൻറ്റ്സ് കൂടുകയാണ്, അപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ ഇൻവെൻട്രി കുറയുമ്പോൾ നമുക്ക് റിപ്ലനിഷ് ചെയ്യേണ്ടി വരും ഇൻവെൻട്രീസ്, വിച്ച് ഇസ് സീൻ ബൈ ദി റിപ്ലനിഷ്മെൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം. നെക്സ്റ്റ് വൺ ഇസ് പർച്ചേസ് സപ്പോർട്ട് സിസ്റ്റം. ദിസ് ഇസ് വാട്ട് വിച്ച് ഹെൽപ്സ് ദ RPS to work successfully.
ഒരു പർച്ചേസ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ റിപ്ലനിഷ്മെൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ബിക്കോസ് അതിലുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പർച്ചേസ് ചെയ്യണം. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം, നമുക്ക് കോസ്റ്റ് കുറച്ച് ഓവർ സ്റ്റോക്കിംഗ് ഇല്ലാതെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു MLPS വർക്ക് ചെയ്യണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ റിക്വയർഡ് ആണ്. ദാറ്റ് ഈസ് എ റിപ്ലനിഷ്മെൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റം ആൻഡ് ഓൾസോ എ പർച്ചേസ് സപ്പോർട്ട് സിസ്റ്റം ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എ MLPS, that is market linked production system. This is what is mentioned in the production or corporate logistics. So first we have discussed the first logistics, supply logistics. Second one, production or corporate logistics. ഇനിയുള്ളത് customer logistics. എന്നുവെച്ചാൽ നമ്മുടെ 7 R's ഇല്ലേ. 7 R's means right quality of the right product or service to the right place in the right condition at the right cost and at the right time with the right impression. ഈ 7 R'സിൻ്റെ ഫ്രെയിംവർക്കാണ് കസ്റ്റമർ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും റൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കണം, റൈറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കണം, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് കോസ്റ്റിൽ, റൈറ്റ് ടൈമിൽ, റൈറ്റ് എക്സ്പ്രഷനിൽ, റൈറ്റ് കണ്ടീഷനിൽ വേണം കസ്റ്റമറിലേക്ക് എത്തിക്കാൻ. ഈ ആക്ടിവിറ്റീസ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, inventory management, order processing, warehousing, materials handling, packaging and information maintenance, ഇതെല്ലാം ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കണം. ഈ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ആക്ടിവിറ്റീസാണ് കസ്റ്റമർ ലോജിസ്റ്റിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾ ദ ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു transportation to the information maintenance. Okay, so these are the 3 types of logistics, that is customer logistics, production or corporate logistics and supplier logistics. So we have discussed the 3 types also. Now we are moving on to the phases of logistics development. Or logistics development ഏതൊക്കെ ഫേസസിലൂടെ പോകണം? ഫസ്റ്റ് നമ്മൾ വർക്ക് പ്ലേസ് ലോജിസ്റ്റിക്സ് ചെയ്യണം, വിച്ച് മീൻസ് ഇറ്റ് ഡീൽസ് വിത്ത് all the information relating to the flow of movement of materials at the single workstation. ഒരു സിംഗിൾ വർക്ക് സ്റ്റേഷനിലുള്ള ഫ്ലോ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്, അതിനെയാണ് നമ്മൾ വർക്ക് പ്ലേസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ഫെസിലിറ്റി ലോജിസ്റ്റിക്സ്, ദാറ്റ് ഈസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ വിത്തിൻ ദ 4 walls ഓഫ് ഫാക്ടറി ഓർ ദി ഫ്ലോർ, ഷോപ്പ് ഫ്ലോർ ഓർ ദി വെയർ ഹൗസ് എക്സെട്ര. വർക്ക് പ്ലേസിനുള്ളിൽ നടക്കുന്ന വർക്ക് പ്ലേസ് ലോജിസ്റ്റിക്സ്. ഒരു ഫെസിലിറ്റിയുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരു ഫാക്ടറിയുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ വർക്ക് ഫ്ലോറിലുള്ളത്, വെയർ ഹൗസിനുള്ളിൽ എല്ലാ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയും ഫെസിലിറ്റി ലോജിസ്റ്റിക്സിൽ വരുന്നു. Third one is corporate logistics, that is a process of flow of material between the facilities and the process or distribution channel with the corporate objective of maintaining the superior customer service and reducing the total logistics cost. This is called the physical distribution. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിൽ കൂടെ ഉള്ളതും ഒരു കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമറുടെ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന എല്ലാ activity, logistics activities, which is called the physical distribution, total physical distribution നമുക്ക് corporate logistics എന്ന് പറയാം. The fourth one is supply chain logistics. Supply chain logistics means it is a flow of material, information and money between corporation. പല കോർപ്പറേഷൻസ് ഉണ്ടാവുമല്ലോ, അവർ തമ്മിൽ ഉള്ള ട്രാൻസ്ഫേഴ്സ് അടക്കം നമുക്ക് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഓഫ് ഫെസിലിറ്റീസ് സച്ച് ആസ് വെയർഹൗസ്, ഫാക്ടറീസ്, ടെർമിനൽസ്, പോർട്സ്, സ്റ്റോഴ്സ്, vehicles and logistics information system integrated through enterprise resource planning. ERP എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിനെയും സപ്ലയേഴ്സിനെയും കൂടെ കണക്ട് ചെയ്യുന്നൊരു സിസ്റ്റമാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സിസ്റ്റം. ഇതിലൂടെ നമ്മൾ എല്ലാ ഫെസിലിറ്റികളും, വെയർ ഹൗസിനെയും ഫാക്ടറീസും ടെർമിനൽസും പോർട്ടും സ്റ്റോഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നെറ്റ്വർക്ക്, അതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ഈ സപ്ലൈ ചെയിൻ മൊത്തമായിട്ട് നടത്തുന്ന ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, കസ്റ്റമർ റെസ്പോൺസ് ഉണ്ടാവും, അതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഉണ്ടാവും, സപ്ലൈ ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും, വെയർ ഹൗസ് കണക്ഷൻ ഉണ്ടാവും, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആവുന്നതാണ് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. നമുക്ക് കുറേ വർഷത്തേക്ക് നീങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്ലോബലി നമ്മുടെ കൊമേഴ്സ് കൂട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ഗ്ലോബലായിട്ട് നമ്മുടെ പ്രൊഡക്ട്സിനെ സെല്ല് ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഷിപ്പിലൂടെ അല്ലെങ്കിൽ എയർ സർവീസ് യൂസ് ചെയ്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും തുടങ്ങുന്നില്ലേ, അതെല്ലാമാണ് ഗ്ലോബൽ ലോജിസ്റ്റിക്സ് വരുന്നത്. ദാറ്റ് ഈസ് the global logistic flow has increased substantially in the last several years due to globalization of the world economy and breaking barriers of the trade.
പണ്ട് ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. ട്രേഡ് ബാരിയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പ്രൊഡക്റ്റ് വിൽക്കാതിരിക്കാൻ വേണ്ടി ബാരിയേഴ്സ് വയ്ക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഭയങ്കര വലിയ ചാർജസ് ലെവി ചെയ്യും, അല്ലെങ്കിൽ കുറേ പ്രൊഡക്ട്സ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും. ചില കൺട്രീസിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ പണ്ട് കുറേ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ചില കൺട്രികളുമായിട്ട് മാത്രം നമ്മൾ ട്രേഡ് അഗ്രിമെൻറ്റ് വയ്ക്കും. ഗാട്ട് എന്ന രീതിയിൽ ജനറൽ അഗ്രിമെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് താരിഫ് എന്ന് പറഞ്ഞൊരു അഗ്രിമെൻറ്റിലൂടെ നമ്മൾ ചില കൺട്രീസുമായിട്ട് മാത്രം താരിഫിൽ ഏർപ്പെടും, അല്ലെങ്കിൽ ഒരു ട്രേഡിന് ഏർപ്പെടും. ബാക്കി ഒരു കൺട്രീസിലേക്ക് നമ്മൾ പണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യില്ലായിരുന്നു ഒരു ഗുഡ്സും. പക്ഷേ ഗ്ലോബലൈസേഷൻ വന്നതും ലിബറലൈസേഷൻ വന്ന ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ട്രേഡ് ബാരിയേഴ്സും മാറ്റി ഏത് കൺട്രിയിലേക്കും നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ടുവരാനാക്കി. ഇപ്പോൾ ചൈനയിലേക്ക് ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട് ഡ്യൂ ടു ദി കൊറോണ എഫക്റ്റ് ആൻഡ് ഓൾസോ ദി അറ്റാക്ക് കോസ്ഡ് ബൈ ചൈന ഇൻ അവർ കൺട്രി. അങ്ങനെയുള്ള നമ്മൾ ചൈനയായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും ബാക്കി ഒരു കൺട്രീസായിട്ടും ഇല്ല. ഇൻ അതർ ഓൾ കൺട്രീസ് വി ഹാവ് ഓപ്പൺ ദ ട്രേഡ് ബാരിയേഴ്സ്. ഓക്കെ, അപ്പം ട്രേഡ് ബ്ലോക്സ് ഒന്നും ഇല്ല. ഇപ്പോൾ എല്ലാം നമ്മൾ ഗ്ലോബൽ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വഴിയൊക്കെ നമുക്ക് ഏത് കൺട്രിയിലേക്ക് വേണ്ടിയിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാം, വിച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഗ്ലോബൽ ലോജിസ്റ്റിക്സ്. സോ ദീസ് ആർ ദി മേജർ ഫേസസ് ഓഫ് ലോജിസ്റ്റിക്സ് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് വർക്ക് പ്ലേസ് ലോജിസ്റ്റിക്സ്, facility logistics, corporate logistics, supply chain logistics, that is through the ERP, enterprise resource planning, and global logistics. So today we have discussed first what is logistics, then logistics management, then we have discussed the various aspects like physical supply, physical distribution, and the two types, physical primary activities and the secondary activities. Then the importance of logistics, 3 important features of logistics were discussed: easy shopping, then satisfying customers and availability or in the proper size and the style. Then the 3 types of logistics: supplier logistics, that is to buy the right product. നമ്മുടെ റോ മെറ്റീരിയൽ കറക്റ്റ് ആളിൽ നിന്ന് തന്നെയല്ലേ വാങ്ങുന്നത്, അവരുടെ ക്വാളിറ്റി നല്ലതല്ലേ, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് തന്നെയല്ലേ തരുന്നത്. സെക്കൻഡ്, വി ഹാവ് സീൻ ദ കോർപ്പറേറ്റ് ലോജിസ്റ്റിക്സ് ഇൻ വിച്ച് വി ഹാവ് ഡിസ്കസ് ദ മാർക്കറ്റ് ലീൻ പ്രൊഡക്ഷൻ സിസ്റ്റം ആൻഡ് RPS, that is റിപ്ലനിങ് പ്രൊഡക്ഷൻ സിസ്റ്റം ആൻഡ് ഓൾസോ പർച്ചേസ് സപ്പോർട്ട് സിസ്റ്റം. ഇതിൽ റിയൽ ടൈം സെയിൽസ് ആണ് നോക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ കസ്റ്റമർ ലോജിസ്റ്റിക്സ് ഇൻ വിച്ച് ദ 7R ഫ്രെയിംവർക്ക് ഈസ് സീൻ: റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൊഡക്റ്റ്, റൈറ്റ് പ്ലേസ്, റൈറ്റ് കണ്ടീഷൻ, റൈറ്റ് കോസ്റ്റ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് ഇംപ്രഷനിൽ കസ്റ്റമറിനെ റീച്ച് ചെയ്യുക, വിച്ച് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെൻട്രി, ഓർഡർ പ്രോസസ്സിംഗ്, വെയർ ഹൗസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, പാക്കേജിംഗ്, ഇൻഫർമേഷൻ മെയിൻ്റനൻസ്, etc. And next, at last, we have studied what are the phases of logistics management. That is workplace logistics, facility logistics, corporate logistics, supply chain logistics, and global logistics. So these were the major phases too. So for today, നിങ്ങൾ ഒരു നോട്ടായിട്ട് എഴുതേണ്ടത് പ്രൊഡക്ഷൻ ഓർ കോർപ്പറേറ്റ് ലോജിസ്റ്റിക്സ്, അതിലെ മാർക്കറ്റ് ലീൻ പ്രൊഡക്ഷൻ സിസ്റ്റം എന്താണെന്നും അതിൻ്റെ 2 terms, റിപ്ലനിഷ്മെൻറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റവും പർച്ചേസ് പ്രൊഡക്ഷൻ സിസ്റ്റവും. ദിസ് ഇസ് ദ അസൈൻമെൻറ്റ് ഫോർ ദ ഡേ. നിങ്ങൾ ചെറിയ നോട്ടായിട്ട് അയയ്ക്കുക, അതല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പായിട്ട് ഈ പോർഷൻ പറഞ്ഞു കേൾപ്പിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, മെസ്സേജ് മീ ആൻഡ് I hope that we can meet in the next lecture. Okay, so thank you.